ലോക സമാധാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഉടനെ തന്നെ ഒരു കരാറിലെത്താനായി പോകുന്നു എന്ന് ഇപ്പോൾ പുടിൻ്റെ സഖ്യകക്ഷി ഒരു സൂചന നൽകുകയാണ്. ചിലപ്പോൾ ഈ വാർത്ത നാളെ മാറി മറിഞ്ഞേക്കാം. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം ഓരോ നിമിഷവും ഓരോ ഹാപ്പനിങ്സ് ആണ് ഈ യുദ്ധത്തിൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. യുക്രൈൻ യുദ്ധം കഴിഞ്ഞ് 2 വർഷത്തിലേറെയായി റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ നിക്ഷേപ സാമ്പത്തിക സഹകരണ പ്രതിനിധി കിറിൽ ഡിമിട്രീവ് ഒരു വലിയ അവകാശവാദം ഉന്നയിച്ചു. US ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്കായി വാഷിംഗ്ടണിൽ എത്തിയതായിരുന്നു ഈ ഡിമിട്രീവ്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് റഷ്യ, അമേരിക്ക, യുക്രൈൻ എന്നിവ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര പരിഹാരത്തിലാണ്. അത് വളരെ അടുത്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ട്രംപും പുടിനുമായിട്ടുള്ള ചർച്ച തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം ഒരു കാലത്തും അവസാനിക്കില്ല എന്ന് പല ആൾക്കാരും വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിലുള്ള നിർദ്ദിഷ്ട കൂടിക്കാഴ്ച മാറ്റിവെച്ചതായി കിറിൽ ഡിമിട്രിയേവ് സമ്മതിക്കുകയാണ് ചെയ്തത്. എന്നിരുന്നാലും കൂടിക്കാഴ്ച റദ്ദാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഉചിതമായ സമയത്ത് ഉചിതമായ ഇടത്ത് അത് നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യ ഉടനടി വെടിനിർത്തലിന് സമ്മതിക്കാത്തതിനാൽ ഹംഗറിയിൽ പുടിനുമായിട്ടുള്ള തന്നെ കൂടിക്കാഴ്ച റദ്ദാക്കി. കാരണം ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ ശരിയായ സമയമല്ല എന്ന് ട്രംപ് കുറച്ചു കാലം മുമ്പ് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും യുക്രൈൻ യുദ്ധത്തിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യുക്രൈൻ്റെ നിലപാടിലെ മാറ്റം സമാധാനത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണെന്ന് ഡിമിട്രീവ് സൂചിപ്പിച്ചു. നിലവിലെ യുദ്ധരേഖകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് അദ്ദേഹം ഇപ്പോൾ തുറന്നിരിക്കുന്നു. ചർച്ചകളെല്ലാം എന്നത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഒരു വലിയ ചുവടുവയ്പ്പാണ്. നേരത്തെ റഷ്യ പൂർണ്ണമായും പിന്മാറണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനാൽ നമ്മളൊരു നയതന്ത്ര പരിഹാരത്തിന് വളരെ അടുത്താണെന്നും കരുതുന്നുവെന്നുമാണ് ഡിമിട്രീവ് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.